ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന അതേ രുചിയിൽ ഒരു ചില്ലി ഫിഷ് അത് ഡ്രൈ ആയിട്ടും ഗ്രേവി ആയിട്ടും എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും K4 കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചില്ലി ഫിഷ് തയ്യാറാക്കാനായിട്ട് 1 കിലോ ബോൺലെസ് ഫിഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഈ കാണുന്ന രീതിയിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ എല്ലില്ലാത്ത ഫിഷ് ഇല്ലെങ്കിൽ പകരം എല്ലോടുകൂടിയും ഈ കറി തയ്യാറാക്കാവുന്നതാണ്. 1 കിലോ ഫിഷ് അത് നമ്മളിപ്പോൾ ഇതുപോലെ ഒന്ന് ബോൺലെസ് ഒക്കെ ചെയ്തെടുക്കുമ്പോൾ 500 മുതൽ 600 ഗ്രാം മീറ്റ് അരിക്കോട്ടെ നമുക്ക് കിട്ടണം. അപ്പോൾ ചിലർക്ക് അറിയാൻ പറ്റും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയണമെന്ന് മാത്രം. ഇപ്പോൾ ഇവിടെ ഞാൻ അതുപോലത്തെ എല്ലില്ലാത്ത 1 കിലോ മീറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവുകളാണ് പറയാൻ പോകുന്നത്. ഇനി ഇതിനെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ അജിനോമോട്ടോ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ ചൈനീസ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ചേർക്കണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ മുളക് പൊടി ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ. അപ്പോൾ ഡാർക്ക് സോയക്ക് പകരം ലൈറ്റ് സോയയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് 2 ടേബിൾ സ്പൂൺ ചേർക്കുക. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1 മുട്ട. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്ത ശേഷം ഈ മാരിനേഷൻ ഒന്ന് മീനിലേക്ക് പിടിക്കാനായിട്ട് നമുക്കൊരു അല്പസമയം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം. ക്യാപ്സിക്കം 4 നമ്പർ, അത് ഈ കാണുന്ന രീതിയിൽ ചതുരങ്ങളായിട്ട് മുറിച്ചത്. ഒനിയൻ 4 നമ്പർ, സ്പ്രിംഗ് ഒനിയൻ 3 തണ്ട്, വെളുത്തുള്ളി ഒരു 50 ഗ്രാം, ഇഞ്ചി 50 ഗ്രാം, പച്ചമുളക് 5 എണ്ണം. അപ്പോൾ എല്ലാം ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ നേരത്തെ മാരിനേറ്റ് ചെയ്ത ഫിഷിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഈ കോൺഫ്ലവർ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ലോണം ചൂടായ ഓയിലിലേക്ക് ഇതുപോലെ ഇട്ടിട്ട് ഈ ഫിഷുകളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നല്ല ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് ഫിഷ് ഒന്ന് ഫ്രൈ ആയി വന്ന ശേഷം മാത്രമേ നമുക്ക് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അതിന് ശേഷം ഒന്ന് നല്ല ചൂടിൽ നിന്ന് ഒരു മീഡിയം ചൂടിലേക്ക് ഓയിലിൻ്റെ ടെമ്പറേച്ചർ മാറ്റിയ ശേഷം അത് നല്ല ക്രിസ്പാണെങ്കിലും ഫ്രൈ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല വെൽ ഹീറ്റഡ് ആയിട്ടുള്ള ഓയിലിട്ട് പിന്നെ അത് മീഡിയത്തിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ഫ്രൈ ചെയ്ത് ഇതുപോലെ കോരി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അടിപൊളിയായിരിക്കും. ഒരിക്കലും ഫിഷിലേക്ക് അധികം ഓയിൽ ഒന്നും ഇറങ്ങാണ്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഫിഷ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ ഫിഷ് എല്ലാം നല്ല നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തായിട്ട് നമുക്കൊരു കടായിൽ ഓയിൽ ചൂടാക്കാം. ഈ ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് സ്റ്റിർ ഫ്രൈ ചെയ്യാനേ പാടുള്ളൂ. ഇതിനകത്ത് എല്ലാ വെജിറ്റബിളും ഒന്ന് സ്റ്റിർ ഫ്രൈ ആയ ശേഷം ഇതിലേക്ക് ഇനി സവാള ചേർത്തൊന്ന് വഴറ്റാം. സവാള ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയ ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ഈ ക്യാപ്സിക്കം സവാള ഒന്ന് നല്ല സോഫ്റ്റ് ആയി വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ അജിനോമോട്ടോ, ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇത് ചേർത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റാം. വഴറ്റിയ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ. അപ്പോൾ ലൈറ്റ് സോയ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർക്കുക. ലൈറ്റ് സോയക്ക് ഉപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ ഉപ്പ് അതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ വിനീഗർ. അപ്പോൾ റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ റെഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കിത് ഒഴിവാക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തിട്ട് ഫിഷ് ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ നീളത്തിൽ കെട്ടിയത് സ്പ്രിംഗ് ഒനിയൻ കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ചില്ലി ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഗ്രേവി ആക്കാമെന്നുള്ളതും കാണിച്ചാൽ. ഇനി ഇതിലേക്ക് ഗ്രേവി ആയിട്ട് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിഷിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിക്കുക, സാധാ വെള്ളം ഒഴിക്കരുത്. അതിനൊപ്പം തന്നെ അല്പം സോയാ സോസ്, വിനാഗിരി, ടൊമാറ്റോ സോസ് ഇതും കൂടെ എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അല്പം വെള്ളത്തിൽ കലക്കിയെടുക്കുക. അത് ഇതിനകത്തേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഗ്രേവി ഒന്ന് തിക്കാക്കി എടുത്താൽ നമ്മുടെ ചില്ലി ഫിഷ് ഗ്രേവിയും റെഡി ആയിട്ടുണ്ട്. കേട്ടോ, അത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തഡിലൂടെ നമ്മൾ ഡ്രൈയുമായി നമ്മുടെ ഫിഷ് ഗ്രേവിയുമായി. അപ്പോൾ ഇതുപോലെ നല്ല ചില്ലി ഫിഷിൻ്റെ കൂടെ നല്ല ഫ്രൈഡ് റൈസും ഒക്കെ കൂടെ വെച്ചിട്ട് സെർവ് ചെയ്ത് അടിപൊളിയായിരിക്കും. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ തീർച്ചയായും കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരേക്കും ബൈ ഫ്രം ടീം K4 കിച്ചൻ.